നീയാ? ഞാനേ 1/4 മണിക്കൂറായിട്ട് ഇവിടെ വന്നിരിക്കുക. തന്നെ മാമു എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാനേ ബുക്ക് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് ബുക്കൊക്കെ വായിക്കുക അല്ലേ? അതൊന്നുമല്ല. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ. അത്രയൊക്കെ സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കാറായോ മാമൻ? അല്ല, വായിക്കുന്ന നല്ലതാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രമൊക്കെ പഠിക്കുന്നതെന്നല്ല. ഞാനൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ മാമ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 120 തവണ ഞാനിത് വായിച്ചു. ഒരു 100 തവണയെങ്കിലും വായിച്ചു കാണും. 50 തവണ എന്തായാലും വായിച്ചു കാണും. ഉറപ്പാ. എണ്ണി വെക്കത്തില്ലല്ലോ നമ്മള്. എങ്കിലേ ഈ ബുക്കിന്റെ പേര് പറ. ഈ ബുക്കിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? മഹാത്മാഗാന്ധിയുടെ ആത്മകഥ. ഞാൻ ചോദിച്ചതേ ഈ ബുക്കിന്റെ പേര്. ഞാൻ പറഞ്ഞുതരാം. ഈ ബുക്കിന്റെ പേര് പറ. മറന്നുപോയി. എത്ര തവണ വായിച്ചത്? 50 പ്രാവശ്യമെങ്കിലും വായിച്ചു. അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പാ മാമ അതൊക്കെ വായിച്ചത്. ഇതിപ്പോ നമ്മള് കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഓർത്തിരിക്കാൻ. ഇതിന്റെ പേരെന്തെന്ന് അറിയാം? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇപ്പൊ ശരിയായി. നല്ല ബുക്കാ, എല്ലാരും വായിക്കണ്ട. ഇത് വായിച്ചപ്പം എനിക്കൊരു മോഹം. അയ്യോ, എന്താ മോഹം? എനിക്കൊന്ന് എഴുതിയാ കൊള്ളാം. എഴുതിയാ കൊള്ളാം? എന്തോന്നു? ആത്മകഥ. അതിനിപ്പോ എന്തുവാ ബുദ്ധിമുട്ട് മാമ? ഇത് നോക്കി അങ്ങ് പാർത്തി എഴുതിയാ പോരായോ? എന്റെ ആത്മകഥ. എന്തോ എന്റെ ആത്മകഥ? വെള്ളമല്ല. മാമന് കഞ്ചാവ് അടിക്കുന്ന ശീലം കണ്ടുപോലെ ഇല്ലോ ആലോചിക്കുന്നു. എന്താടാ നീ എന്നെ ചേർന്ന് നോക്കണേ? അല്ല, എന്തോ മാമൻ എന്തോ പറഞ്ഞേ? എന്റെ ആത്മകഥ എഴുതിയാ കൊള്ളാം. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്തോ സഹായിക്കാനാ മാമ? എനിക്ക് എഴുതാറുന്നൂടല്ലേ? അക്ഷരം എഴുതാൻ അറിയാൻ വയ്യാതെ ആത്മകഥ എഴുതാൻ പോകുന്നത്? അല്ലെ, വായിക്കും. ഞാൻ എഴുതാറുന്നൂടാ. നീയാകുമ്പോ നല്ല രീതിയിൽ എഴുതുമല്ലേ? അത് പിന്നെ മാമൻ മാത്രമല്ല എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എൻ്റെ നാട്ടുകാരും എന്നെ പഠിപ്പിച്ച അധ്യാപകരും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. ഞാൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. ആ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടുത്തെ പുസ്തകങ്ങൾ മാത്രമല്ല, ലോക ക്ലാസിക്കുകൾ വായിക്കുമായിരുന്നു. വലിയ വലിയ എഴുത്തുകാരുടെ ലിയോ ടോൾസ്റ്റോയ്, പിന്നെ ബെർണാഡ് ഷാ, പിന്നെ ബെഞ്ചമിൻ ബ്രൂണോ, പിന്നെ ഈ ബാറ്റൺ ബോസ്, കോട്ടയം പുഷ്പരാജ്, ജോൺ ഹോനായി, വോൾ ബാർബർ, അവരുടെയൊക്കെ പുസ്തകങ്ങളാണ് ഞാൻ പഠിച്ചത്. അമ്മ എന്താ വേണമെന്നാ പറഞ്ഞു? എനിക്ക് നീ ഒന്ന് എഴുതി ഞാൻ പറഞ്ഞു തന്നാ ഞാൻ എഴുതാം, വൃത്തിയായിട്ട് എഴുതാം. പക്ഷെ ഒരു കാര്യം, ഇത് ജീവചരിത്രമാണ്, മാമന്റെ ആത്മകഥയാ. ഒരു കാര്യവും വിട്ടുപോകരുത്. കുഞ്ഞുനാളി മുതല് ഈ പ്രായം വരെയുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് എന്റെ അടുത്ത് തുറന്ന് പറയണം. അല്ല, മറച്ചു വെക്കരുത്. ഇപ്പോഴത്തെ കഥയല്ല, പഴയ കഥകള്, ചെറുപ്പകാലത്തെ കഥകൾ. അത് വരും. അത് നോക്കി പൊലിപ്പിച്ചെഴുതാം. വിറ്റു പോകണ്ടേ പുസ്തകം? എന്നാ വാ. പറഞ്ഞു. ഉണ്ണീസ് ഗാരേജ് ഉടമയായ ഉണ്ണീസ് ഗാരേജ് ഉടമയായ ഈ ഞാൻ ഉണ്ണിപ്പിള്ള. അയ്യേ മാമ, ഇത് ഒരു ചെറുകഥ എഴുതുന്നു, അതോ കത്തെഴുതുന്നു? ഇങ്ങനൊന്നും പോരാ. പിന്നെ നമ്മൾ ആത്മകഥ എഴുതുക, അപ്പൊ ഒരു ഗുമ്മ് വേണം. തുടക്കം തന്നെ അത് നല്ല ഭംഗിയായില്ലെങ്കിൽ ആൾക്കാർ വായിക്കത്തില്ല. അപ്പൊ അതുപോലെ ഒരു ഗുമ്മായിട്ടുള്ള വാചകങ്ങൾ വേണം. മാമൻ ഉദാഹരണത്തിന് ഇത് നോക്ക്, പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ ഗുരുക്കൾ. എങ്ങനെയുണ്ട്? അത് നീയല്ലേ? ഞാൻ തന്നെ. അല്ല, അതിനൊരു ഗുമ്മില്ല, ഒരു ഗുമ്മുണ്ട്. അങ്ങനെ ഒരു ഗുമ്മ വേണം. സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെ ഒരു ഗുമ്മിൽ പോണം. ഗുമ്മി പോവാ. നമുക്ക് ഇതിന് എന്തൊരു പേരില്ല. പേര്
പറഞ്ഞ പോലെ പേരില്ല ഒരു പ്രധാന പിന്നെ പേര് ഇടുകയാണെങ്കിൽ മാമന്റെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പേര് തന്നെ വേണം. പറ. 12 പത്തിന്റെ സ്പാനറും പിന്നെ എന്റെ ബോണറ്റും. നീ എന്റെ എങ്ങനെ കളിക്കണേ? ഈ സ്പാനറൊക്കെ ഇതിൽ കൊണ്ടുവരണം എന്തിന്? അങ്ങനെയാണെങ്കിൽ അതിനൊരു മാറ്റം വരുന്നത് കരിപുരണ്ട കാർബറേറ്റർ. കരിവരണ്ട കാർബറേറ്റർ പാടായിരുന്നു. കരിവരണ്ട കാപ്പറ നല്ലൊരു ടൈറ്റിലായിരുന്നു. ഒരു പേരിടേ. എന്റെ മാമന്റെ ആത്മകഥ എഴുതുമ്പോഴ് മാമന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്യത വേണം. അത് ശരിയാവൂലേ? സാധനമുണ്ട്, സാധനം കിട്ടി. അതായത് പിന്നെ ഈ ആണികേറിയ ടയറും നിക്കറിട്ട് ഉണ്ണി. ആണിയേറെ ടയർ നിക്കറിട്ട ഉണ്ണിയെന്ന് ഇതാണ് ആത്മകഥ ടൈറ്റിൽ പേര്. ജീവിതഗന്ധിയാ മാമ. അത് ഇതൊക്കെ നീ വിളിക്കുക പറയുന്നത് നിക്കറിട്ട ഉണ്ണി അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലചക്രത്തിന്റെ സിമ്പലാ ടയറ്. മാമന്റെ ഈ ചെറുപ്പകാലം പോലെ ഇങ്ങനെ കറങ്ങി യൗവനം കറങ്ങി അങ്ങനെ കറങ്ങി വാർദ്ധക്യം കറങ്ങി അങ്ങനെ അവസാന കാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് എഴുതുന്ന ഒരു സാധനമായി ഈ ആത്മകഥ. അത് തന്നെ ഈ നിക്കറിട്ട ഉണ്ണി എന്നൊക്കെ പറഞ്ഞ മാമ. അതെ, ഒരു ലേനം വേണം, ടൈറ്റിലിനൊക്കെ ഒരു ലേനം വേണം. മാമൻ ഇത് പറയാൻ അങ്ങനെയാണ് ഞാൻ എഴുതുന്നില്ല. ഇന്നില്ല നീ വിചാരിച്ചപ്പെടാടാ. അതിന് ആലോചിച്ച് നല്ലൊരു പേരാണ് നമുക്ക് പ്രധാനം. എന്തോ ഇവിടെ എന്തോ ചെയ്യണ? പരീക്ഷ എഴുതണ? പിന്നെ ഇതേ മാമന് ആത്മകഥ എഴുതാൻ പോവാ. എന്തോന്ന് ആത്മകഥ? ആത്മകഥ? മാമൻ പറഞ്ഞത് ഞാൻ എഴുതും. അയ്യേ, ഈ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ ആത്മകഥ എഴുതണേ? വലിയ ആൾക്കാർ ആത്മകഥ എഴുതുന്നത് അവര് തന്നെ ഇച്ചിരി പ്രായമായി ഏകദേശം മരണത്തിന് അടുത്തെത്തുന്ന ഒരു സമയത്ത് ഒരു ആത്മകഥ എഴുതും. അപ്പൊ മാമനും മരണത്തിന് തൊട്ട് മുമ്പ് ഒരു ആത്മകഥ എഴുതണമെന്നൊരാഗ്രഹം. നീ എന്തിന് എന്നെ കൊല്ലിക്കാനുള്ള പരിപാടി എന്നെ അങ്ങനെ പറഞ്ഞല്ല മാമ. മാമന് ഒരു വലിയ ആളാന്ന് പറഞ്ഞതാ. അങ്ങനെ അങ്ങനെ പറഞ്ഞതാ. ഒരു ടൈറ്റിൽ വല്ലതും? അപ്പൊ ടൈറ്റിൽ ഇതുവരെ ഇട്ടില്ല? ഇല്ല. പലതും നല്ല ടൈറ്റിൽ പലതും ഞാൻ പറഞ്ഞു കൊടുത്തു. മാമന് ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും നീ ഒന്ന് ഓർത്തേ. എനിക്കൊന്ന് ആലോചിക്കണം. ഉണ്ണി സ്റ്റോറീസ്. അയ്യ, അതൊന്നും വേണ്ട. അത് ആൾക്കാർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കും. എന്നാ പിന്നെ വർക്ക്ഷോപ്പിന്റെ പേരിടാം, ഉണ്ണീസ് ഗ്യാരേജ്. നീ ചുമ്മാരി ഭർത്താവിന്റെ പേരൊക്കെ. അയ്യേ, ഉണ്ണീസ് ഗ്യാരേജ് എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു സിനിമ പേര് പോലെ. അത് വേണ്ടടി. അതായത് ഇത് ഫസ്റ്റ് അങ്ങോട്ട് വായിക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ഇത് ഒരു ആകാംക്ഷ ഉണ്ടാകണം. അങ്ങനെ ഒരു ടൈറ്റിൽ നീ പറ. അല്ല, നിങ്ങൾ ഈ സ്റ്റോറി ഏത് ജോണറിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ജോണർ സ്റ്റോറി ഏത്? ജോണി അല്ല, ഏത് ടൈപ്പ് സ്റ്റോറിയാന്ന്? പ്രേമമാണോ, സന്തോഷാണോ, സങ്കടമാണോ, ഏതാണ്? എല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. അത് കാണും. മാമന്റെ ഒരു ചെറുപ്പകാലവും അത് കഴിഞ്ഞ് യൗവനത്തിലെ ഓരോരോ കാര്യങ്ങളും എല്ലാം മാമ പറഞ്ഞത് ഞാൻ എഴുതും. അതുകൊണ്ട് വന്നടി, ഒളിമ്പിലടിക്കും, ചെന്ന് നോക്ക. മാമ പറഞ്ഞു തുടങ്ങും. ഹലോ, അപ്പച്ച എവിടെ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അത് മനസ്സിലായി. അപ്പച്ച കൊണ്ടാക്കിട്ട് വന്നാ? പിന്നെ ആ ടെസ്റ്റ് ചെയ്യണ 2 മണിക്കൂർ ഞാൻ അവിടെ തന്നെ നിൽക്കാനാ. പോസ്റ്റ് അടിച്ച് വേറെ ജോലി. അപ്പൊ അപ്പച്ച എങ്ങനെ പറഞ്ഞേ? അവളെങ്ങനെ വന്നോളൂന്ന് പറഞ്ഞു. ഓഹോ, ഇവിടുത്തെ ബോയ്സിനെ കാണാനില്ലല്ലോ. ബോയ്സ് ഇവിടെ ആരാണ് ബോയ്സ്? ഓട്ടോമൊബൈൽ മെക്കാനിക് ഗ്രേറ്റ് ഉണ്ണിപ്പിള്ളയും 18 കളരിയും പഠിച്ച മണിക്കുട്ടൻ കുരുക്കളും. അകത്ത് പേരിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കണം. പേരിടൽ ചടങ്ങാ? എന്തിന്റെ? ആത്മകഥയുടെ. ആത്മകഥ? എന്തോ എന്റെ ആത്മകഥ? നിങ്ങളുടെ അച്ഛന്റെ. എന്റെ അച്ഛന്റെ? എന്തിനാണ് ഇങ്ങനെ ഓരോ വട്ട് കാണിക്കണത്? ഭ്രാന്തെന്നാണ് തോന്നണത്. നമുക്ക് എവിടെ നിന്നും തുടങ്ങാൻ നോക്കാദ്യം. എന്റെ തലയിലെഴുതിയും തുടങ്ങാച്ച. ഓ, എന്റെ തലയിലെഴുതിയും തുടങ്ങും. കിട്ടി മാമ. കുഞ്ഞളിയന്റെ തലവരെ എന്നാ മാറിയത്? എന്റെ തലവരെ മാറിയത്? ഇങ്ങനെ തല എപ്പം കണ്ടോ അന്ന് എന്റെ തലവരെ മാറിയത്.
ആ അതുകൊണ്ടാണ് ഇപ്പോഴും ഞണ്ടി ഞണ്ടി അടക്കണത്. ഓഹോ കണ്ണി കണ്ണി ഇളക്കണ ആരുടെ ഞണ്ടി കണ്ണി ഇളക്കണത്? വെട്ടി കയറ്റിക്കൊണ്ടല്ലേ നിർത്ത. ഞാൻ അതല്ല വഴക്കിടാൻ വേണ്ടി പറഞ്ഞതല്ല. വീടിന്റെയും ഇവന്റെയും മാമന്റെ ഒക്കെ ജീവചരിത്രം എന്നാ മാറിയത്? എന്നാ നീ ഒന്ന് ഓർത്ത് നോക്കി. ആ ചിന്നു ഈ വീട്ടിൽ വന്ന് കേറിയ ശേഷം ഓ ഈ ജീവചരിത്രം ചിന്നുവിൽ നിന്ന് തുടങ്ങാം എന്ന് പറയുന്നത്. ചിന്നുവിനെ ഇതിനകത്ത് വലിച്ചിഴക്കണോ? അയ്യോ എന്റെ ഭാര്യ ആരും വലിച്ചിഴക്കുകയും വേണ്ട ഉരുട്ടിയിടേം വേണ്ട, നമ്മൾ എങ്ങനെ ജീവിച്ചു പൊയ്ക്കോളാമേ. എന്റെ കുഞ്ഞലിയ അങ്ങനല്ല, വലിച്ചഴിക്കത്തൊന്നുമില്ല. പതുക്കെ നമുക്ക് കയ്യെ പിടിച്ചതിനകത്തോട്ട് കയറ്റാം. എന്ന് വെച്ചാല് ഈ ജീവിത ചരിത്രത്തില് അവളുടെ ഒരു പ്രസൻസ് ഉണ്ടാകണം. അത് നല്ലതാണ്. എന്നാലേ കഥയ്ക്കൊരു ഗുമ്മ വരും. നിങ്ങൾ കഴിക്കാൻ വരണം. കഴിക്കാൻ വരണമെന്നുണ്ട്, പക്ഷെ ഇത് കുറച്ചൊന്ന് എഴുതി തുടങ്ങിയിട്ട് വരുന്നുള്ളൂ. എന്നാ വാടാ പങ്ക നമുക്ക് കഴിക്കാം. എവളും കൂടെ കഴിക്കാൻ വരികയാണോ? ഓ ഇനിയിപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിക്കാൻ ഇരിപ്പുണ്ട് എന്നുള്ളൊരു ബോധം നിന്റെ ഉള്ളിൽ വേണം നീ കഴിച്ചോണ്ടിരിക്കുമ്പോഴേ. ഉണ്ടായ നിങ്ങൾക്ക് കൊള്ളാം. എങ്ങനെ ഓ അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അവളെന്തായാലും അല്ല പറഞ്ഞു നമുക്കുള്ളോട്ട് അവള് കഴിക്കുന്ന അത് കഴിക്കും. അങ്കളെ എനിക്കൊരു ഡൗട്ട്. എന്തോ അങ്കളുടെ അപ്പച്ചനും കല്യാണ കാര്യമായിരിക്കും ഇനി അപ്പു എഴുതാൻ പോണേ. അതെന്തെങ്കിലും എഴുതിട്ട് നീ നിന്റെ കഴിക്കണം. ഈ കല്യാണത്തിനെ പറ്റി നമ്മുടെ വീട്ടിൽ നടന്ന സംഭവമൊക്കെ അപ്പുവിനറിയോ? കുറച്ചൊക്കെ അറിയാം. അങ്ങനെ ഈ കുറച്ച് വെച്ച് മാത്രം ആത്മകഥ എഴുതാൻ പറ്റുമോ? ബാക്കി മണിക്കൂട്ടാണ് അറിയാല്ല, അവരെങ്ങനെങ്കിലും എഴുതിക്കോളും. നീ ഇന്ന് കഴിയടി പെണ്ണേ. ഇതൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവൂലേ? എന്താ പറഞ്ഞ അത് ഞാനും കൂടെ ഇങ്ങനെ കള്ളക്കളി കളിച്ചിട്ടാണല്ലോ നിങ്ങളുടെ കല്യാണം നടത്തിയത്. കള്ളക്കളി? ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്? നീ എന്തോന്ന് പറഞ്ഞു തന്നു? ഇന്റർവ്യൂവിന് ചോദ്യമൊക്കെ ഞാനല്ലേ ചോർത്തി തന്നെ. ഇന്റർവ്യൂവിൽ ചോദ്യം നീ കുറെ ചോദ്യം തന്നു. നീ അത് പാടി. ആകെ ഒരു കളരിയിലെ ക്വസ്റ്റ്യൻ പറഞ്ഞു. കളരിയിൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആ കളരിയിലെ വെച്ചാണ് കിട്ടിയെന്ന് വെച്ചാൽ അതൊരു പോയിന്റ് ആയിരുന്നു. ഈശ്വരാ, അതൊക്കെ അപ്പു പറഞ്ഞു കൊടുക്കുവോ? അങ്ങനെ ഒന്നും പറയൂ. ഇല്ല ഇല്ല, 10 ദിവസം നിന്റെ കണ്ടില്ലേ നിന്റെ പേര് മറന്നോണവനാണ് എന്റെ അച്ഛൻ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലേ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മണിക്കുട്ട മാമനാണ് ഏറ്റേക്കണേ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റവും മൂലമൊക്കെ ചേർത്ത് പിടിച്ച് കണ്ടുപിടിക്കും. പേടിപ്പിക്കാടി. ഒരു ദിവസം സന്ധിക്കാനിടെ സന്ധിക്കാനിടയെന്നു എന്തിനാ ഇടയെന്നൊക്കെ പറയുന്നത്? മാമ ഇത് ജീവചരിത്രം എഴുതുക. സന്ധ്യക്കാണ് ഗ്രാമർ വേണം. ആ ഒരു ദിവസം സന്ധ്യക്കാണ് എന്റെ കൂടെ മാമ എന്റെ കൂടെ വേണ്ട. പിന്നെയും എന്റെ കൂടെ അങ്ങനല്ല മാമ പറഞ്ഞേ. എന്റെ കൂടെ ഒന്നുമില്ല, ഞാനങ്ങ് എഴുതിക്കോളാം. എന്റെ കൂടെ വന്ന് പറഞ്ഞത്. അല്ല എന്ത് കാര്യമാ വന്ന് പറഞ്ഞത്? കല്യാണക്കാരി. അത് പറയണ്ടായോ അതിനകത്ത്? അല്ല മനസ്സിൽ വെച്ചോണ്ടിരുന്ന ജീവിതത്തിലാവോ? ആരോട് പറഞ്ഞു? രാമൻ. രാമൻ വന്ന് എന്റെ കൂടെ ഒന്ന് പറഞ്ഞു. രാമൻ വന്നു പറഞ്ഞത്. ബാക്കി പറ. അവര് പൈലുകളായിരുന്ന സമയത്ത് എന്തോന്ന് പൈലുകളായിരുന്ന സമയത്ത് ഫയലുകളോ? എന്റെ മാമ ഇത് ഫയലുകളൊന്നും ഇനി ജീവചരിത്രത്തിൽ എഴുതാൻ പറ്റത്തില്ല. അതിന് അവര് കുഞ്ഞുങ്ങളായിരുന്ന അവർ കുഞ്ഞുങ്ങളായിരുന്ന കാലത്തെ ചിന്നുവിനെ ഇഷ്ടമായിരുന്നു. എനിക്ക് ആ ബന്ധം ഇഷ്ടമില്ലായിരുന്നു. അതെന്താ ഇഷ്ടമല്ലാത്തത്? അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതെന്താ ഇഷ്ടമല്ലാത്തത്? ഒരു മഹാലക്ഷ്മിയെ പോലെ ഒരു പെങ്കൊച്ചല്ലേ ഈ വീട്ടിലോട്ട് വന്ന് കയറിയത്? ഇവിടെ തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാമൻ കൃത്യമായിട്ട് അന്ന് അവക്ക് എന്ത് കുഴപ്പമുണ്ടെന്ന് പറയണം. അവക്കെന്താ സൗന്ദര്യമില്ലേ? ഉണ്ട്. അവക്ക് വിദ്യാഭ്യാസമില്ലേ? ഉണ്ട്. അവക്ക് സമ്പത്തില്ലേ? ഉണ്ട്. ആര് കണ്ടാലും അവളെ നോക്കത്തില്ലേ? അവക്ക് പിന്നെ എന്താ മാമ കുഴപ്പം? ഞാൻ കുഴപ്പമുണ്ടെന്നല്ലോ മാമൻ പറഞ്ഞു. എന്തൊരു കുഴപ്പം? അങ്ങനെ മാമൻ പറയുന്നത് എന്തോ എഴുതി വെക്കുന്ന മാമി ആയിരിക്കരുത്. ഞാൻ എഡിറ്റ് ചെയ്തേ വിടും. നിർത്ത്. ഞാൻ പറഞ്ഞു. എടാ ഇന്ന് അവള് വിളക്കാണ് നമ്മളെ കുടുംബത്തില്. അന്ന് എന്താ മാമ കരിവിളക്കായിരുന്നു അവള്. നീ ഇത്തിരി ചാടും ഇനിയെ
കാരണം ഉണ്ട്, നീ ഇത്രയും ചാടും. എന്താ കാര്യം പറ. നിനക്ക് പണ്ടേ അവളിലൊരു കണ്ണുണ്ടായിരുന്നു. ഇത് ഞാൻ എന്നെ കൊണ്ടൊന്നും പറയരുത്. മാമനൊരു കാര്യം അറിയാവോ, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടിയനെ ഇങ്ങോട്ട് പറഞ്ഞു വിടത്തില്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് മഹാരാജാക്കന്മാര് സ്വയംവരം നടത്തുന്ന കേട്ടിട്ടുണ്ടോ? അതുപോലെ സ്വയംവരം നടത്തിയ ഞാൻ അവളെ അവനെ കൊണ്ട് കെട്ടിച്ചത്. അതിനകത്ത് പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം അവൻ വിജയിച്ചുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായി അവൻ നല്ലൊരു ഭർത്താവായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ അവന് കെട്ടിച്ചു കൊടുത്തത്. നീയും രവിയും കൂടെ ചേർന്ന് കല്യാണം മുടക്കാൻ നീ നോക്കിയടാ. അനാവശ്യം പറയരുത്. അനാവശ്യോ? ആ അത് വേറൊരു സത്യം അറിയാമോ അവന്? ചിന്നുവിന് രാമനെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ അവൾ അവനെ കെട്ടിയത്. നീ അവിടെ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ആ സ്പാട്ടിൽ നമ്മളിവിടെ അറിയും. ഓഹോ, ചതി. അപ്പൊ ചാരപ്പണി ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഈ വിവാഹം ഒരു ചതിയായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ മാമന്റെ ഈ ജീവചരിത്രത്തിന് ഒരു പേരിടാം നമുക്ക്. ഒരു ചതിയന്റെ ജീവചരിത്രം. ആരാ ചതിയൻ? ഞാനാ ചതിയൻ? മാമൻ തന്നെ. നീ ആണോ ചതിയൻ? നീ ഞാൻ എന്താ ചെയ്ത്? എന്തിനാ? എന്താ ചെയ്ത്? ഞാൻ ചതിയൻ. വേണ്ടാത്ത വർത്താനം പറഞ്ഞോണ്ട് വരുന്നത്. നീ മാമൻ, നീ വിളിക്കാൻ വിടും. ആര്? ആ. ആര് ചതിയാ? ഞാൻ ചെയ്യും. നീ എന്നെ ചതിയെന്ന് വിളിക്കോടാ? വിളിക്കും. വിളിക്കോ? വിളിക്കും. വിളിക്കോ? വിളിക്കും. ആദ്യം പറ്റിയില്ല. ഇവിടെ അടി തുടങ്ങി തോന്നുന്നു രണ്ടും കൂടെ. എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവും. എല്ലാം എനിക്ക് മനസ്സിലായോ? നീ എന്തിനു മനസ്സിലായി? എല്ലാ കാര്യങ്ങളും എന്താ? വൃത്തിയായിട്ട് മനസ്സിലായി. എന്താണ് അച്ഛാ? എന്താ എന്റെ അവന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്തെണ്ണ? എനിക്കത് പറയാൻ പറ്റത്തില്ലടാ. എന്നാ പിന്നെ പറയണ്ടല്ലോടി. പറയാൻ പറ്റാത്തതിന് അല്ല, അങ്ങനെ പോയാലോ? കേട്ടിട്ട് പോവും. ദണ്ണമുണ്ടാ, ദണ്ണമുണ്ട്. ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുക, എനിക്ക് ചിന്നുവിനെ നോട്ടം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എന്ന് പറഞ്ഞു. പണ്ട് അങ്ങനെ അവിടെ സംസാരം വന്നോണ്ട് ഞാൻ സംസാരം പറഞ്ഞതാണ്. അല്ല, ഇപ്പോഴും നോട്ടം ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞു. അച്ഛൻ എന്താ പ്രാന്തുണ്ടാ? അച്ഛൻ അണ്ണന്റെ അടിയുടെ എന്റെ ഭാര്യ വേറെ കിട്ടിയോളാ. ചതി. ജവീളിന്റെ വീട്ടിൽ നിന്ന് വെച്ച് നടന്ന ആ സംഭവ വികാസങ്ങളെല്ലാം ആരോ അവിടെ നടിച്ചു മാറ്റിയ ആ വിവരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അയ്യേ, അങ്ങനെ കാര്യം ചെയ്യാൻ അല്ലേ? എനിക്കിപ്പോ സംശയമുണ്ട്. ഞാന് അളിയനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ചോദ്യാവലി പോലും ആരോ അടിച്ചു മാറ്റി അളിയന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ ആരെണ്ണ ചെയ്യാ? അങ്ങനെ ഇവിടെ നിന്ന് ആരും ചെയ്തിട്ടില്ലെന്ന്. മോളെ, പിങ്കി മോളെ, മാമന്റെ ചക്കര മോളല്ലേ, മാമന്റെ പഞ്ചാര മോളല്ലേ, നീ വന്നേ. അടിച്ചു മാറ്റി എന്റെ ചോദ്യാവലി വീട് അണ്ണ അങ്ങോട്ട് കൊച്ചു പെങ്കൊച്ചിന്റെ ചെവിയിൽ പിടിച്ചാടി. ഓ, വേനിച്ചു നോക്ക്. എന്താണ്? എനിക്കിപ്പോ വേറെ ചില സംശയങ്ങളുണ്ട്. എടാ ചതിയാ. ആര്? ഞാനാ? നീ തന്നെടാ ചതിയൻ. ഞാൻ എന്തോ ചതിച്ച്? എടാ, നീ ചിന്നുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ചോദ്യ പേപ്പർ അടിച്ചു മാറ്റിയില്ലടാ. ചോദ്യം എനിക്ക് അറിയായിരുന്നു. തട്ടിപ്പ് കല്യാണം. അങ്ങനെയാണ് എനിക്ക് വിളിച്ചത് പറയാൻ. നീ പറഞ്ഞു. ഞാൻ പറയട്ടെ. നീ പറയടാ. എന്നാ ഞാൻ ഇവിടെ പറയും. പറഞ്ഞു. എല്ലാവരുടെ മുമ്പ് വെച്ച് പറയും. എല്ലാവരുടെ മുമ്പ് വെച്ച് പറഞ്ഞു. കണ്ണ് തള്ളിപ്പോ. കണ്ണല്ല, വേറെ ഒന്നും തള്ളത്തില്ല. നീ പറ. കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അതന്നേ തലവടി മുണ്ട് വിട്ടുകൊണ്ട് ആ പോലീസുകാരൻ അവിടെ മുറി പോയി. പറയണ്ടേ? അപ്പൊ പ്രശ്നം തീർന്ന? അപ്പൊ ഞാൻ പോട്ടല്ലോ. വാടി ഇങ്ങോട്ട്. എന്റെ ആത്മകഥ. മണികെട്ടാ, അന്നൊന്ന് കൈ കാണിക്കാതെ തിരിച്ച്. അണ്ണാ പിടങ്ങിയിരിക്കണ മണിക്കുട്ടണ്ണ മിണ്ടൂലല്ലോ. ശരി, അപ്പൊ ഞാനും മിണ്ടണില്ല കേട്ടാ.
ചേട്ടാ ഇതൊന്നും അവാർഡ് പടം പോലെ ഇരിക്കണേ. കുറച്ചു നേരം ഞാൻ ഒന്ന് മാറുന്നപ്പോ ഇവിടെ ബോംബ് വല്ലതും വീണ് പൊട്ടിയാ? ഒന്നുമില്ല ചിന്നു. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. അപ്പച്ചി ഒരു ജീവിത കഥ പൊളിഞ്ഞതാ. ജീവിതം അപ്പനെ ഒരു ആത്മകഥ എഴുതണമായിരുന്നു. അത് മണിക്കുട്ടൻ മാമ എഴുതി കൊടുക്കുമായിരുന്നു. എന്റെ ദൈവമേ, ഇനി ഇത് വല്ല PSCക്ക് ചോദിക്കോടി ഇനി? അയ്യോ അങ്ങനെ ചോദിക്കൂല. ആദ്യത്തെ പേജ് തുടങ്ങിയപ്പോ തന്നെ അടിച്ച് പിരിഞ്ച്. പറ. രാമങ്കൾ അന്ന് പെണ്ണാണാ വന്നതും മണിക്കുട്ട മാമ അന്ന് ഇന്റർവ്യൂ നടത്തിയതും പിന്നെ അപ്പച്ചിയുടെ അടുത്ത് മാമന് എന്തോ ഒരു ഇതുണ്ടെന്ന് വരെ പറഞ്ഞുണ്ടാക്കി. എന്തോ ഇത് മാമ, നിങ്ങക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടെ? അങ്ങനെ ചോദിച്ചു രണ്ടുപേരും ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടാണ് കെട്ടിയത്. ഇന്നും ഇഷ്ടമുണ്ട്, നാളെ നമ്മൾ ഇഷ്ടത്തിലായിരിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോട് കളിയാ. നീ പറഞ്ഞാണ് ശരി. അയ്യോ, എഴുത്തുകാർ രണ്ടുപേരും അങ്ങ് ഒരുമിച്ചാ? അല്ല, അതിപ്പം ഞങ്ങളും എന്തോ അഭിപ്രായ വ്യത്യാസം. ഓഹോ, അപ്പൊ അപ്പുവിന്റെ ജീവിതം അതെ അതൊക്കെ ഒരു നേരം പോക്കല്ലേ. ഒരിക്കലല്ല, നേരം പോക്കൊന്നുമല്ല. മാമന്റെ ജീവിതകഥ അടിപൊളിയാണ്. അതിൻ്റെ അകത്ത് രാമേട്ടനും ഞാനും പിങ്കിയും മണിക്കുട്ടനും എല്ലാരും കൊണ്ടുള്ള കിടിലൻ കഥയാണ്. അവനൊരു ഉഗ്രം പേരും കൂടെ ഉണ്ട്. അതെന്താ? ഉരുളക്കുപ്പേരി. സൂപ്പർ.